Hallelujah. Praise the Lord. Hallelujah. We can do better, right? Hallelujah. Shall we shout a hallelujah? Hallelujah. Amen. Praise God. Such a joy to worship the Lord, come together. Though many of our people are still not here, but all those of us who are here, I praise God for everyone and for this opportunity to worship the Lord. പതിവായി നമ്മളോട് ചേർന്ന് ആരാധിക്കുന്ന പലര് ഈ പകൽക്കാലം ഇവിടെ ഇല്ലെങ്കിലും നമുക്ക് ദൈവസന്നിധിയിൽ ഒന്നിച്ചുകൂടി ദൈവിക സന്തോഷം അനുഭവിപ്പാൻ ഈ പകൽക്കാലം ഇടയായത് ഓർത്തും സന്നിഹിതരായിരിക്കുന്ന നിങ്ങളെ ഓർത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. All of us, those who were here last week might remember that I started a series from the letter to Philippians. കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ ഉണ്ടായിരുന്ന നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഞാനൊരു പുതിയ പരമ്പര പ്രഭാഷണത്തുള്ള നിലയിൽ ആരംഭിക്കുകയായിരുന്നു ഫിലിപ്പിയ ലേഖനത്തിൽ നിന്നും. Preaching through the letter to Philippians, and last Sundays was the first of the series, and we heard about joy in every season, or joy that lasts in every season. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് സംസാരിച്ചത് ഏത് സമയങ്ങളിലും സന്തോഷിക്കുക എന്നുള്ളതായ നിലയിലായിരുന്നു. And this was based from the first chapter, verses 3 to 11. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിന്റെ 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു ആ സന്ദേശം. And from those verses we saw that the joy that lasts, joy in all the seasons, actually originates from a grateful heart, from gratitude. നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് നന്ദിയുടെ പ്രകടനമായി എപ്പോഴും ഏത് കാലഘട്ടത്തിലും ഏത് അവസ്ഥകളിലൂടെയും കടന്നു പോകുമ്പോൾ നിലനിൽക്കുന്ന സന്തോഷത്തെക്കുറിച്ചായിരുന്നു ഞാൻ സംസാരിച്ചത്. We also saw that real joy, lasting joy is there when we really understand the fact that the Lord's work in our lives is not over, it is still continuing, it is a process. സന്തോഷത്തിൻ്റെതായ കാര്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം എപ്പോഴും ഓർക്കേണ്ടത് ദൈവത്തിന് നമ്മളോടുള്ള പദ്ധതി, ദൈവത്തിന് നമ്മളുള്ള പ്രവർത്തനങ്ങൾ അവസാനിച്ചിട്ടില്ല, ദൈവം നമ്മളിൽ കൂടെ ആ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് നാം എപ്പോഴും ഓർക്കണം. We also saw that to have lasting joy we should have the deep sincere affection of the Lord. ആ നിലനിൽക്കുന്ന സന്തോഷം നമുക്ക് എപ്പോഴും കരഗതമായിരിക്കണമെങ്കിൽ ദൈവവുമായിട്ടുള്ളതായ നമ്മുടെ ബന്ധം എപ്പോഴും സജീവമായി നാം നിലനിർത്തണം. So these are all things that we saw the last week, on Sunday last week. കഴിഞ്ഞ സൺഡേയിലെ ഈ വിഷയങ്ങളെ ആയിരുന്നു ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. Today we are going to go ahead in the first chapter itself and going to talk about finding purpose in the midst of our problems. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളോട് സംസാരിച്ചതിന്റെ തുടർച്ച ഞാൻ നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പ്രയാസങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവിക ഉദ്ദേശം നാം തിരിച്ചറിയുക എന്നുള്ളതാണ് ഇന്നത്തെ സന്ദേശം. Finding purpose in the midst of our problems. നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് നാം തിരിച്ചറിയുക. Some of us, I don't know if it has happened to you at any time, but some people, at least in the imagination, they stand at baggage claim area in the airports, and they see their bags coming in the carousel, in the belt, and it keeps running, rotating again and again. You are not picking up your bag. നമ്മൾ എയർപോർട്ടിലെ ബാഗേജ് ക്ലെയിമിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടായിരിക്കാം, ബെൽറ്റിലൂടെ ആ ലഗേജ് പല പ്രാവശ്യം കറങ്ങുമ്പോഴും എടുക്കാതെ അവിടെ നിൽക്കുന്ന ആളുകൾ. You know that it is your bag. നമുക്കറിയാം അത് നമ്മുടെ ബാഗാണെന്ന്. But it is still going round and round. അത് വീണ്ടും അതിങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. But you are involved in something else and you just keep ignoring that. നാം മറ്റു ചില കാര്യങ്ങൾ വ്യാപൃതരായിരിക്കുന്നത് കൊണ്ട് നാം ഈ ലഗേജിനെ ഇഗ്നോർ ചെയ്യുകയാണ്, തിരസ്കരിക്കുകയാണ്. Many Christians are also like that. അനേക ക്രൈസ്തവർ ഇതുപോലുള്ള അനുഭവങ്ങൾ ഉള്ളവരാണ്. They see the purpose passing by again and again. അവരെ ഉദ്ദേശം എപ്പോഴും അവർ അറിയുന്നു, കടന്നു പോകുന്ന ഓരോ സമയങ്ങളിലും അവർ തിരിച്ചറിയുന്നുണ്ട്. They hear sermons towards that. അതിനെക്കുറിച്ച് അവർക്ക് നിശ്ചയമുണ്ട്. They receive callings and opportunities. അതിലുള്ള അവസരങ്ങളെ, അതിലുള്ള വിളി അവർ തിരിച്ചറിയുന്നു. But they never take hold of that. എന്നാൽ അത് ഒരിക്കലും സ്വീകരിക്കുവാൻ അവർക്ക് മനസ്സില്ലാതിരിക്കുന്നു. And I pray that today will be a day when we start claiming the purpose of God in our lives. എന്നാൽ ഇന്ന് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെ നാം
സ്വീകരിക്കുകയും നാം അതിനെ കൈക്കൊള്ളുകയും ചെയ്യണം. Purpose of God in the midst of our problems. നമ്മുടെ ദൈവത്തിന് നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ ഒരു ഉദ്ദേശമുണ്ട് എന്ന് നാം തിരിച്ചറിയുക. Hallelujah. ഹല്ലേലൂയ. How many of us want to do that? എത്ര പേര് അത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു? I am sure every one of us here has some or other problem, right? നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റു ചില പ്രശ്നങ്ങളുള്ളവരാണ്. But in the midst of these problems we want to find the purpose of God. എന്നാൽ ഈ പ്രശ്നങ്ങളുടെ നടുവിൽ നാം ദൈവത്തിന്റെ ഉദ്ദേശം തിരിച്ചറിയുക എന്നുള്ളതാണ്. There is something called a station bike syndrome. Stationary bike. So stationary bike syndrome. Stationary bike syndrome എന്നാണ് ഇതിനെ വിളിക്കാൻ കഴിയുന്നത്. You know, we have some of us at least will have bikes at home, right? നമ്മളുടെ വീടുകളിൽ ബൈക്ക് ഉള്ളതായ ആളുകളുണ്ട്. Stationary bikes. Stationary bike. And you know, you can sit on that, you can keep pedaling. നമുക്കതിൽ ഇരുന്നു കൊണ്ട് അത് ചവിട്ടിക്കൊണ്ടിരിക്കാം. And crazy fast you are pedaling. നമ്മളത് വളരെ വേഗം ചവിട്ടുന്നത് പോലെ നമുക്ക് ആകാം. You are sweating and sweat pour like anything. ചവിട്ടിന്റെ ആധിക്യം കൊണ്ട് നമുക്ക് വേർക്കുകയും മറ്റു കാര്യങ്ങളും ചെയ്യാം. Your legs are really burning. നമ്മുടെ കാലുകൾക്ക് അതിൻ്റെതായ പ്രയാസം നാം അനുഭവിക്കുന്നുണ്ട്. But you are still at the same spot. പക്ഷെ നാം ആ ഇരിക്കുന്നിടത്ത് നിന്ന് ഒരു ഇഞ്ച് പോലും നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. You keep pedaling, you move very fast, crazy fast. നാം ആ ബൈക്കിൽ ഇരുന്നുകൊണ്ട് ചവിട്ടുന്നു, വേഗത കൂട്ടുന്നു, വീണ്ടും വീണ്ടും നാം ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. But you find after half an hour you find that you are at the same spot. അരമണിക്കൂർ ചവിട്ടി കഴിയുമ്പോഴും നാം തിരിച്ചറിയുന്നു നാം ഇരുന്ന സ്ഥലത്ത് തന്നെയാണ് നാം ഇരിക്കുന്നത്. Many of us are like this. നമ്മൾ പലരും ഇങ്ങനെയാണ്. We are busy involved in so many things. നാം ഒരുപാട് കാര്യങ്ങൾ തിരക്കുള്ളവരാണ്. But we are not productive. നാം സൃഷ്ടിപരമായി ഒന്നും നേടുന്നില്ല. We are not useful to the Lord for the cause of the Lord. ദൈവം നമുക്ക് നൽകിയതനുസരിച്ചോ ദൈവം ഉദ്ദേശിക്കുന്നതനുസരിച്ചോ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിയുന്നില്ല. We do not understand the purpose of God in our lives. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം തിരിച്ചറിയുന്നതിൽ നാം പലപ്പോഴും പരാജയപ്പെടുന്നു. We are at the same spot where we began years back our Christian life. നാം ചില വർഷങ്ങൾക്ക് പുറകിലെ ക്രിസ്തീയ ജീവിതം എവിടെ ആരംഭിച്ചോ പലരും അവിടെ തന്നെ നിൽക്കുകയാണ്. How many of you agree with me? എത്ര പേര് എന്നോട് ആ കാര്യത്തിൽ എഗ്രി ചെയ്യുന്നു? How many of us can boldly say that there is so much of change in my life after I have begun my Christian life? നമ്മളിൽ എത്ര പേർക്ക് ധൈര്യമായി പറയാൻ കഴിയും ഞാൻ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചതിന് ശേഷമായിട്ട് എന്നിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്, ഞാൻ ആ വ്യത്യാസങ്ങൾ പ്രാപിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു എന്ന് പറയാൻ കഴിയുക? Purpose driven life does not mean you are just moving, but it means you are moving in the right direction. ജീവിതത്തിലെ ഉദ്ദേശത്തോടുകൂടെ നീങ്ങുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വ്യക്തമായ ലക്ഷ്യത്തിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് നാം തിരിച്ചറിയണം. Not simply the fact that you are involved in 101 things, you are busily running around, that doesn't show that you are living for a purpose. 101 കാര്യങ്ങളിൽ വ്യാപൃതരായി ആകപ്പാടെ എപ്പോഴും തിരക്കോടുകൂടെ ജീവിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നാം പോകുന്നു എന്നതിന്റെ തെളിവായി നാം ഒരിക്കലും കാണരുത്. Oh, we have to make sure that we are moving in the right direction. നാം എപ്പോഴും ഉറപ്പ് പ്രാപിക്കണം നാം പോകുന്നത് നാം നീങ്ങുന്നത് വ്യക്തമായ ലക്ഷ്യത്തിലേക്കാണ് എന്നുള്ളത്. My sincere prayer to the Lord even at this age is that I really want to make sure that I am moving in the right direction. ഞാൻ എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ ദൈവസന്നിധിയിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ദൈവമേ ഞാൻ നീങ്ങുന്നത് ഞാൻ മുമ്പോട്ട് പോകുന്നത് എപ്പോഴും വ്യക്തമായ പ്ലാനിലായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. My prayer to the Lord is that our church will be a church that moves in the right direction. എപ്പോഴുമുള്ള സഭയെക്കുറിച്ചുള്ള പ്രാർത്ഥന ദൈവിക ഉദ്ദേശത്തിൽ എപ്പോഴും മുമ്പോട്ട് കുതിക്കുന്ന ഒരു സഭ എന്നുള്ളതായ സ്വപ്നം. My prayer for everyone who is here is that every one of us will be moving in the right direction. എൻ്റെ സഭയിലുള്ള എൻ്റെ വിശ്വാസികളെക്കുറിച്ചുള്ള എൻ്റെ പ്രാർത്ഥന എൻ്റെ വിശ്വാസികൾ എല്ലാവരും ദൈവിക പദ്ധതിയിൽ മുമ്പോട്ട് പോകണമെന്നുള്ളതാണ്. How many of you agree with me and want to say praise the Lord? സ്തോത്രം ചെയ്യാൻ കഴിയും. Hallelujah. Hallelujah. Let that be the prayer of every one of us. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആ നിലയിലായിരിക്കണം. Hallelujah. And to move in that right direction, how problems can help us. നാം ആ വ്യക്തമായ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ പ്രശ്നങ്ങൾ നമ്മളെ എങ്ങനെയാണ് സഹായിക്കുന്നത്? How many of us like problems? നമ്മൾ എത്ര പേർക്ക് പ്രശ്നങ്ങൾ ഇഷ്ടമാണ്? Hello. How many of us like problems? നമ്മൾ എത്ര പേർ പ്രശ്നങ്ങളെ ഇഷ്ടപ്പെടുന്നു?
We are so scared of problems, നാം right? പലപ്പോഴും പ്രശ്നങ്ങളെ ഭയപ്പെടുന്നവരാണ്. We run away from problems. പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുവാൻ നാം ശ്രമിക്കുന്നു. We want to be insulated as much as possible. നാം കഴിവതും ഇതെല്ലാം പ്രശ്നരഹിതമായ ഒരു ജീവിതം ആയിരിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു. Nobody likes problems. ആരും തന്നെ പ്രശ്നങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. Even the preaching pastors do not like problems. പ്രസംഗിക്കുന്ന പ്രഭാഷകന്മാർ പോലും പ്രശ്നങ്ങൾ ആഗ്രഹിക്കുന്നില്ല. Do you like problems? No. No. I don't like problems either. None of us likes problems. We want to be insulated, covered, protected, always, problem-ridden people. നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് പ്രശ്നങ്ങളില്ലാത്ത വളരെ വളരെ സന്തുഷ്ടമായ ഒരു ജീവിതത്താൽ പൊതിയപ്പെട്ട ഒരു അനുഭവമാണ് ആഗ്രഹിക്കുന്നത്. We want to live in comfort. നാം എല്ലാവരും അതിൻ്റെതായ സുഖ സൗകര്യത്തിൽ കഴിയുവാൻ We ആഗ്രഹിക്കുന്നു. want our Wi-Fi to always work and never go down. നമ്മളുടെ വൈഫൈ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം, ഒരിക്കലും ഡൗൺ ആകരുതെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. We like to have cars that never break down. നമ്മുടെ കാറിന് ഒരിക്കലും ഒരു പ്രയാസം ഉണ്ടാകരുത് നമ്മൾ ആഗ്രഹിക്കുന്നു. We like to have a coffee that is so strong that it is even able to raise the dead. നമ്മളെ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളെ പുനരുജ്ജീവിപ്പിക്കുന്ന നിലയിലുള്ളതായ കാഠിന്യമുള്ളതായ കോഫി നാം ഇഷ്ടപ്പെടുന്നു. But the truth is that life is full of problems. എന്നാൽ വസ്തുത എന്ന് പറയുന്നത്, ജീവിതം എന്ന് പറയുന്നത് പൂർണ്ണമായും പ്രശ്ന സങ്കീർണമാണ്. Anyone who is here without any problem? ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ആരെങ്കിലും ഇരിപ്പുണ്ടോ? You should be a superhuman. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അമാനുഷികമായ സ്വഭാവമുള്ള ഒരാളാണ്. You should be able to walk on the water. നിങ്ങൾക്ക് വെള്ളത്തിന്മേൽ നടക്കാൻ കഴിയും. None of us is here without a problem. നമ്മളിൽ ആരും പ്രശ്നങ്ങളില്ലാതെയല്ല ഇവിടെ ആയിരിക്കുന്നത്. As somebody said, you are in a problem, നിങ്ങൾ ഒന്നുകിൽ നിങ്ങളൊരു പ്രശ്നത്തിലായിരിക്കാം, or you are coming out of a problem, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു വന്നയാളായിരിക്കാം, or you are heading straight into a problem. അല്ലെങ്കിൽ നിങ്ങളൊരു പ്രശ്നത്തിലേക്ക് പോകുന്നയാളായിരിക്കാം. We all have problems. നമുക്ക് എപ്പോഴും പ്രശ്നങ്ങളുണ്ട്. We all have problems in our individual lives. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. In our home front we have problems. നമ്മുടെ വീടുകളിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ട്. In our society where we live we have problems. നാം ജീവിക്കുന്ന സമൂഹത്തിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ട്. Paul also had problems. പൗലൂസിനും പ്രശ്നങ്ങളുണ്ടായി. He is writing this epistle from a dungeon, a prison. ഒരു കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലൂസ് ഈ ലേഖനം എഴുതുന്നത്. If at all anybody could complain about problems, Paul could have. ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ആർക്കെങ്കിലും പരാതിപ്പെടുവാൻ കഴിയുമായിരുന്നെങ്കിൽ പൗലൂസിനും പരാതിപ്പെടുവാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. But Paul doesn't complain. എന്നാൽ പൗലൂസ് തന്റെ പ്രശ്നങ്ങളിൽ പരാതിപ്പെടുന്നില്ല. He doesn't panic or post about it online. തന്റെ ഈ പ്രശ്നങ്ങളുടെ മുമ്പിലെങ്ങും തനിക്ക് യാതൊരു വിധമായ പരിഭ്രാന്തിയുമില്ല. Instead he says that he found purpose in his problems. എന്നാൽ ഈ പ്രശ്നങ്ങളുടെ നടുവില് പൗലൂസ് തിരിച്ചറിഞ്ഞു, എന്റെ ഈ പ്രശ്നങ്ങളുടെ പുറകില് ഒരു ഉദ്ദേശമുണ്ട് എന്നുള്ളതാണ്. How I wish that would happen to me, to every one of us here. എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ തിരിച്ചറിവ് തനിക്കുണ്ടായിരുന്നു. Hallelujah. Hallelujah. How did Paul manage to unravel the purpose of God? എങ്ങനെയാണ് പൗലൂസ് ഈ പ്രശ്നങ്ങളിൽ നിന്നും ദൈവിക പദ്ധതി തിരിച്ചറിഞ്ഞ് അതിൻ പ്രകാരം ചരിക്കുന്നത്? First of all, Paul found that problems can become a platform. ഒന്നാമത് പൗലൂസ് മനസ്സിലാക്കി തന്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരു നല്ലൊരു പ്രതലത്തിലേക്ക് തന്നെ കൊണ്ടുവരുന്നു എന്നുള്ളത്. Verses 12 and 13, chapter 1. ഫിലിപ്പിയ ലേഖനം 1:12-13 വാക്യങ്ങൾ. Problems can be a platform. നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് ഉറപ്പുള്ള ഒരു പ്രതലമാക്കി മാറ്റുവാൻ കഴിയും. Where Apostle Paul writes, now I want you to know, brothers and sisters, that what has happened to me has actually served to advance the gospel. അവിടെ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. As a result, it has become clear throughout the whole palace guard and to everyone else that I am in chains for Christ. എന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നുവെന്ന് അകമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വന്നു എന്ന് താൻ പറയുന്നു. Paul understood that being imprisoned, being in the jail could become a platform. താൻ മനസ്സിലാക്കി ജയില് അല്ലെങ്കിൽ കാരാഗൃഹത്തിൽ താൻ ആയിരിക്കുന്നത് അതും ഒരു വേദിയാക്കി മാറ്റുവാൻ കഴിയുമെന്നുള്ളത്. When Christ is our purpose,
every problem becomes an opportunity. നമ്മളുടെ യേശു ക്രിസ്തു നമ്മുടെ ലക്ഷ്യമാണെങ്കിൽ ഏത് സാഹചര്യങ്ങളും എത്ര സങ്കീർണമാണെങ്കിലും അതെല്ലാം ഒരു വേദിയാക്കി മാറ്റുവാൻ നമുക്ക് കഴിയും. Many of us use GPS, right? നാം എല്ലാവരും തന്നെ GPS ഉപയോഗിക്കുന്നവരാണ്. You know, have you ever noticed or have you had an experience of GPS getting angry with you? നിങ്ങൾ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ GPS നമ്മളോട് ദേഷ്യപ്പെടുന്നു? You fool, why did you take a wrong turn? വിഡ്ഢി, നിങ്ങൾ എന്തിനാണ് ഈ തെറ്റായ ഈ സ്ഥലം എടുത്തത് എന്നുള്ളതല്ലേ? You have messed it up. It is going to take a long time. ഇത് ഒരു ദീർഘ യാത്രയാണ് എന്നുള്ള നിലയിൽ You take a wrong turn. നിങ്ങളൊരു തെറ്റായ ദിശയാണ് എടുത്തത്. You're going round and round. നിങ്ങൾ കറങ്ങി കറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നു. You may be driving into a cornfield. നിങ്ങളുടേതായ ആ കോൺഫീൽഡിലൂടെ നിങ്ങൾ മുമ്പോട്ട് പോകുന്നു. Or you are driving right into a river. നിങ്ങൾ അല്ലെങ്കിൽ ഒരു ആറ്റുതീരത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്നു. But a calm, still voice still says to you from the GPS. എന്നാൽ ആ സമയം വളരെ ശാന്തമായി തന്നെ GPS നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Recalculating. വീണ്ടും നമ്മുടെ വഴിയെ പുനർനിർണയിച്ചുകൊണ്ടിരിക്കുകയാണ് GPS. Recalculating. ആ റീകാൽക്കുലേറ്റിംഗ് എന്നുള്ള മെസ്സേജ് നമുക്ക് കാണുവാൻ കഴിയും. GPS doesn't get angry at all. നമ്മളോട് ഒരിക്കലും ഈ GPS ദേഷ്യപ്പെടുന്നില്ല. Anywhere you go, it has the ability to recalculate. നാം എതിലെ എല്ലാം പോയാലും ആ GPS-ന് കഴിവുണ്ട് റീകാൽക്കുലേറ്റ് ചെയ്ത് നമ്മളെ തിരിച്ചു കൊണ്ടുവരുവാൻ. We think we have taken a wrong turn, right? നമ്മൾ ചിന്തിച്ചു നാം തെറ്റായ ഒരു തിരിവിലേക്ക് ഇറങ്ങി. No coming back. നാം മടങ്ങി വരുന്നില്ല എന്നുള്ള നിലയിൽ. But you know, we can still hear a voice speaking to us. അപ്പോഴും മന്ദമായ ഒരു ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയും. Recalculating. നാം തെറ്റായ വഴിയിലേക്ക് പോകുമ്പോൾ നമ്മളെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു റീകാൽക്കുലേഷൻ. You are not lost. നീ നഷ്ടപ്പെട്ടിട്ടില്ല. Recalculating. നിനക്ക് അവസരങ്ങളെ വീണ്ടും ഉണ്ടാക്കുകയാണ്. I don't know if Paul ever felt that it was a detour and he lost his way. പൗലോസിന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം നഷ്ടപ്പെട്ടു എന്നുള്ള നിലയിൽ താൻ ചിന്തിക്കുന്നില്ല. Why did he end up in a prison cell? എന്തുകൊണ്ട് താൻ ഇങ്ങനെ ഒരു കാരാഗൃഹത്തിൽ അകപ്പെട്ടു? I don't know if he ever thought like that. അങ്ങനെ ഒരിക്കലും താൻ ചിന്തിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. Because he knew a God for whom it could become a divine rerouting. എന്നാൽ താൻ സേവിക്കുന്ന ദൈവത്തിന് ഒരു ദൈവിക പദ്ധതി ഇതിന്റെ പുറകിലുണ്ട് എന്ന് താൻ വ്യക്തമായി മനസ്സിലാക്കി. Hallelujah. Hallelujah. Paul says that the gospel reached even Caesar's palace. പൗലോസ് പറയുകയാണ് താൻ ഇവിടെ കാരാഗൃഹത്തിലായതുകൊണ്ട് കൈസറുടെ അരമന വരെ സുവിശേഷം എത്തി എന്നുള്ളത്. Paul, you think that it is a loss of the way. ഞാൻ ചിന്തിക്കുന്നു എന്റെ വഴി നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എന്റെ മുമ്പോട്ടുള്ള ഗമനത്തിന് തടസ്സം നേരിട്ടു എന്നുള്ളത്. But God has an alternate plan for you. എന്നാൽ ദൈവത്തിന് മറ്റൊരു പദ്ധതി നമ്മളെ കുറിച്ചുണ്ട് എന്നുള്ളതാണ്. To reach the palace of the most cruel dictator and the emperor that was living on the face of the earth. ആ കൊട്ടാരം എന്ന് പറയുന്നത് ക്രൂരനായ സ്വേച്ഛാധിപതിയായ ഒരു ഭരണാധിപൻ വസിക്കുന്ന സ്ഥലമാണ്. The palace of the most cruel Caesar of all time, whose name was Nero. ആ ചക്രവർത്തിമാരുടെ കൂട്ടത്തില് ഏറ്റവും ക്രൂരനായ ചക്രവർത്തി എന്ന് പറഞ്ഞത് നീറോ ചക്രവർത്തിയാണ്. Paul says that many in the palace, among the palace guards, they have heard the gospel. പൗലോസ് പറയുകയാണ് ആ കൈസറുടെ അരമനയില് കൈസറുടെ പാലസില് സുവിശേഷം എത്തുവാൻ എന്റെ ഈ കാരാഗൃഹവാസം സഹായകമായി. Always when I read Philippians, letter to Philippians, something that gives me so much joy is found in one of the last verses. ഈ ഫിലിപ്പിയ ലേഖനം ഞാൻ എപ്പോൾ വായിക്കുമ്പോഴും ഏതെങ്കിലും ഒരു ഭാഗം എനിക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്ന അനുഭവങ്ങൾ എനിക്കുണ്ട്. Chapter 4 and verse 22. 4-ാം അധ്യായം 22-ാം വാക്യം. And it says, all God's people here send you greetings, especially those who belong to Caesar's household. അവിടെ താൻ പറയുന്ന വാക്യം ഇങ്ങനെയാണ്, വിശുദ്ധന്മാർ എല്ലാവരും വിശേഷാൽ കൈസറുടെ അരമനയിലുള്ളവരും നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. Look at the converts that Apostle Paul got.
പൗലോസിന് ലഭിച്ചതായ കൺവേർട്സ് അല്ലെങ്കിൽ രൂപാന്തരം സംഭവിച്ച വ്യക്തികൾ എവിടെയാണെന്ന് നോക്കുക. Not only the palace guards, ആ പാലസ് കൊട്ടാരത്തിലെ കാവൽക്കാർ മാത്രമല്ല, but even people belonging to the Caesar's household have received Christ. കൈസറുടെ അരമനയിലെ തന്നോട് ബന്ധപ്പെട്ടതായ ആളുകളും ഇവിടെ പൗലോസിനോട് ചേർന്ന് വന്ദനം ചൊല്ലുകയാണ്. Paul is calling them saints. അവരെ താൻ വിളിക്കുന്നത് വിശുദ്ധന്മാർ എന്നാണ്. They also send you their greetings, is what he says. അവരുടെയും ആശംസകൾ അറിയിക്കുന്നു എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. You know what? You just imagine what God can do in and through you. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ, നിങ്ങളിലൂടെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുന്നത് എത്രമാത്രം വലിയ കാര്യങ്ങളാണ്. When you are serious about the purpose of God in your life, നിങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ വ്യക്തമായ ഉദ്ദേശങ്ങളുടേതായ പരമ്പര തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. Hallelujah, hallelujah, hallelujah. Hallelujah. Something that gives me so much of joy. നമുക്ക് സന്തോഷം നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ is that God doesn't waste even a wrong turn. ദൈവം ഒരിക്കലും ഒരു തെറ്റായ ഒരു ടേണിംഗിൽ കൊണ്ട് ദൈവം ഒരിക്കലും ദുഃഖിക്കുന്നില്ല. He doesn't waste it. He reuses it. He can make use of that. അവിടെയും നമ്മളെ ഉപയോഗിക്കുന്നതാണ് ദൈവത്തിന്റെ പദ്ധതി എന്നുള്ളതാണ്. Otherwise I would have been lost. അല്ലെങ്കിൽ എന്നേക്കുമായി നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ്. I had made so many wrong turns. ഞാൻ ഒരുപാട് തെറ്റായ തിരിവുകൾ എടുത്തിട്ടുണ്ട്. But God did not waste those wrong turns also. അതെല്ലാം ദൈവം ഒരിക്കലും തള്ളിക്കളയുന്ന നിലയിൽ അല്ലെങ്കിൽ തെറ്റായ നിലയിൽ ഒരിക്കലും കണ്ടിട്ടില്ല. But we usually say that popular saying, man's extremities are God's opportunities. നമ്മളുടെ കഴിവുകേട് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രവർത്തന സ്ഥലമാണ് എന്നുള്ള നിലയിൽ നമുക്ക് എപ്പോഴും കേൾക്കാറുണ്ട്. So Paul understood his extremity is becoming God's opportunity. ഇവിടെ പൗലോസിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയും, താൻ ആയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുന്ന സ്ഥലമാണെന്ന് മനസ്സിലാക്കുക. Brother and sister, your extremity becomes God's opportunity. നിങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ അല്ലെങ്കിൽ അതുപോലുള്ള പ്രതലങ്ങളിൽ നിങ്ങൾ എത്തുമ്പോൾ അത് ദൈവത്തിന്റെ പ്രവർത്തിക്കുവാനുള്ള അവസരമാണ് നാം തിരിച്ചറിയണം. Hallelujah. Hallelujah. Many of us are worried about our extremities. നാം ആരും അതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ടതായ കാര്യമില്ല. I cannot handle it. I cannot take care of it. നമുക്ക് ഒരു അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ എനിക്ക് മുമ്പോട്ട് പോകാൻ ഇനി കഴിയുകയില്ല, ഒരു ചുവട് പോലും വെക്കാൻ കഴിയുകയില്ല നാം ചിന്തിക്കരുത്. But always remember that your extremities become God's opportunity. നിങ്ങളുടെ അതുപോലുള്ള നിസ്സഹായ അവസ്ഥയിൽ നിങ്ങൾ എത്തിച്ചേരുമ്പോൾ ഓർക്കുക, അത് ദൈവത്തിന്റെ അവസരമാണ്, ദൈവത്തിന്റെ പ്രവർത്തിക്കാനുള്ള അവസരമാണ്. That's why Paul was not grounded from his ministry. അതുകൊണ്ടാണ് പൗലോസ് തന്റെ മിനിസ്ട്രി, തന്റെ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നില്ല എന്ന് നാം കാണുന്നത്. Whether he was moving freely outside or he was confined to the jail, താനെ സ്വതന്ത്രനായി ഈ കാരാഗ്രഹത്തിന് പുറത്താണെങ്കിലും സുവിശേഷ വേല ചെയ്യും, കാരാഗ്രഹത്തിന്റെ അകത്താണെങ്കിലും സുവിശേഷത്തിന്റെ പ്രവർത്തി ചെയ്യുവാൻ എനിക്ക് കഴിയുന്നു. Those things, those circumstances could not silence his ministry. തന്റെ ചുറ്റുപാടുകള് ഒരു നിലയിലും തന്റെ ശുശ്രൂഷകളെ ബാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. He says, instead, as a result of what I am going through, it has become clear throughout the whole palace guard and to everyone else that I am in chains for Christ. ഞാൻ ക്രിസ്തു നിമിത്തമാണ് ചെങ്ങല ധരിച്ചിരിക്കുന്നതെന്നും ഞാൻ ഈ കാരാഗ്രഹത്തിൽ കിടക്കുന്നതുകൊണ്ട് കൊട്ടാരത്തിലുള്ളതായ ആളുകൾ പോലും സുവിശേഷം കേൾക്കുവാനും അത് അക്സെപ്റ്റ് ചെയ്യുവാനും സ്വീകരിക്കുവാനുള്ള അവസ്ഥ ഉണ്ടായെന്നതിൽ താൻ സന്തോഷിക്കുന്നു. Hallelujah. Hallelujah. How can your problems become a platform? നമ്മളുടെ പ്രശ്നങ്ങളെ നമ്മൾക്ക് എങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റുവാൻ കഴിയും? Look at the way Paul narrates it. പൗലോസ് ഇവിടെ വിശദീകരിക്കുന്നത് ശ്രദ്ധിക്കുക. I'm in chains because of Christ. ഞാൻ ചങ്ങല ധരിച്ചിരിക്കുന്നത് ക്രിസ്തു നിമിത്തമാണ്. He's not saying I'm in chains because of Rome. ഞാൻ മോഷ്ടിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റി Rome കാരണമല്ല. റോം കാരണമല്ല ഞാൻ ഇവിടെ ഈ തടവിലായിരിക്കുന്നത്. He is not saying I'm in chains because of Nero. ഞാൻ നീറോ നിമിത്തമല്ല ഞാൻ ഇവിടെ ചെങ്ങലയിലായിരിക്കുന്നത്. He didn't say that Jews are my enemies. എന്റെ ശത്രുക്കളായ യഹൂദന്മാർ നിമിത്തമല്ല ഞാൻ ചെങ്ങല ധരിക്കുന്നത്. That's not what he is saying. അതൊന്നുമല്ല താൻ പറയുന്നത്. He's saying, looking at his chains, and he is saying these chains are for Christ. തന്റെ ചെങ്ങലകളിലേക്ക് താൻ നോക്കിക്കൊണ്ട് താൻ പറയുന്നത് ഈ ചെങ്ങല ക്രിസ്തു നിമിത്തം ഞാൻ ധരിക്കുന്നു എന്നുള്ളതാണ്. Hallelujah. Hallelujah.
You know, the perspective makes the difference. ആ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് വ്യത്യാസം വരുത്തുന്നതാണ്. What is your perspective? എന്താണ് നമ്മുടെ കാഴ്ചപ്പാട്? Many times always negative, right? പലപ്പോഴും നാം തെറ്റായ നിലയിലാണ് നമ്മൾ കാഴ്ചകൾ. You try to see a negative in almost everything. എല്ലാ കാര്യങ്ങളിലും നെഗറ്റീവ് തന്നെ കാണുന്ന അനുഭവം. Can you make a change willingly from that negative to the positive? ആ തെറ്റായ അല്ലെങ്കിൽ നെഗറ്റീവായ കാര്യങ്ങൾ കാണുന്നതിൽ നിന്ന് പോസിറ്റീവായ കാര്യങ്ങൾ കാണുന്നതിലേക്ക് ഒന്ന് മാറുവാൻ നമുക്ക് കഴിയുമോ? Perspectives make a lot of difference. കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തുന്നത്. When Apostle Paul looked at himself, his body, he started saying, അപ്പോസ്തലനായ പൗലോസ് തന്നെ നോക്കിക്കൊണ്ട് താൻ ഇങ്ങനെ പറയുകയാണ്, this outer man is wasting away, wearing away. ഈ പുറമേയുള്ളതായ മനുഷ്യൻ ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. But again he adds to that, എന്നാൽ അതിനോട് ചേർന്ന് പറയുകയാണ്, but the inner person is being renewed on a daily basis. അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. So I continue ministering to the Lord. ഞാൻ അതുകൊണ്ട് യേശുക്രിസ്തുവിന് വേണ്ടിയുള്ള എന്റെ പ്രവൃത്തി ഞാൻ തുടരുകയാണ്. Change your perspective, brothers and sisters. എന്റെ സഹോദരന്മാരെ, നമ്മുടെ കാഴ്ചപ്പാട് നമുക്ക് മാറ്റണം. You know, just as the GPS is rerouting us, നമ്മളുടെ GPS നമ്മൾ റീറൗട്ട് ചെയ്ത് പുതിയൊരു ആ വഴി കണ്ടുപിടിക്കുന്നത് പോലെ, you know, Paul must have thought that he was detoured to the prison. ഈ അപ്പോസ്തലനായ പൗലോസിന് വേണേ അങ്ങനെ ചിന്തിക്കാമായിരുന്നു. But God was using it to reach the people in Caesar's household. എന്നാൽ അപ്പോസ്തലനായ പൗലോസിനെ കൊണ്ട് കൈസറുടെ അരമനയിൽ ചില ആത്മാക്കളെ നേടണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. I want to tell you this morning, ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, the problems that you have today can become a pulpit. നമ്മളുടെ ഇന്നത്തെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരു പുൾപിറ്റാക്കി മാറ്റുവാൻ നമുക്ക് കഴിയും, പ്രഭാഷണ വേദിയാക്കി മാറ്റുവാൻ. Even when Paul was in chains, gospel was advancing. ഇവിടെ പൗലോസ് തടവിലാണെങ്കിലും സുവിശേഷം ബന്ധനമില്ലാതെ അത് മുമ്പോട്ട് പോവുകയാണ്. Your problem might look like a chain, a prison, but in God's hands it becomes a pulpit. ഇവിടെ അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്ന് പറയുന്നത് ചെങ്ങലയാണ്, കാരാഗ്രഹമാണ്. എന്നാൽ ദൈവത്തിന്റെ പദ്ധതിയിൽ അതൊരു പ്രഭാഷണ വേദിയായി മാറുകയാണ്. Are you with us this morning? ഹല്ലേലൂയ. The problems and the chains that you have, നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ ചെങ്ങലകളും, it can become a platform. അതൊരു വേദിയാക്കി മാറ്റുവാൻ കഴിയും. It can become a pulpit. അതൊരു പ്രഭാഷണ വേദിയാക്കി മാറ്റുവാൻ കഴിയും. Many servants of God used it that way. അനേക പ്രഭാഷകന്മാർ, ദൈവത്തിന്റെ അനേക ദാസന്മാർ ആ നിലയിലാണ് അതിനെ ഉപയോഗിച്ചിട്ടുള്ളത്. That's why we have the prison epistles. അതുകൊണ്ടാണ് നമുക്ക് കാരാഗ്രഹ ലേഖനങ്ങൾ കിട്ടിയത്. That's why John Bunyan was able to bring out the best of the books after the Bible, the Pilgrim's Progress. അതുകൊണ്ടാണ് ജോൺ ബെനിയന് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതിയ പരദേശി മോക്ഷയാത്ര എന്ന പറയുന്ന പുസ്തകം ബൈബിൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പുസ്തകമായിട്ട് പുറത്തു വന്നത്. Many good things came out from the pain that people went through. ഒരുപാട് നല്ല കാര്യങ്ങൾ നാം പരിശോധിച്ചാൽ അതെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. വലിയ വേദനയിലൂടെ കടന്നുപോയവരിൽ നിന്ന്, വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയവരിൽ നിന്നാണ് ഇങ്ങനെയുള്ള നന്മകളുടെ ഉത്ഭവങ്ങൾ ഉണ്ടാകുന്നത്. Hallelujah. I read a book, the title was very interesting. ഞാൻ വായിച്ച ഒരു പുസ്തകത്തിന്റെ തലക്കെട്ട് വളരെ രസകരമാണ്. It said, don't waste your sorrows. നിങ്ങളുടെ നഷ്ടങ്ങൾ പാഴാക്കി കളയരുത് എന്നാണ് അതിന്റെ അർത്ഥം. Your sorrows, നിങ്ങളുടെ സങ്കടങ്ങൾ, don't waste. അതിനെ പാഴാക്കി കളയരുത്. How many of us can think that way? നമ്മൾ എത്ര പേർക്ക് ആ നിലയിൽ ചിന്തിക്കാൻ കഴിയും? I have plenty of sorrows in my life. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്. I keep shedding tears. ഞാൻ കണ്ണുനീരിങ്ങനെ തുടർച്ചയായി ഒഴുക്കിക്കൊണ്ടിരിക്കുക. I keep asking questions to myself. ഞാൻ എന്നോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്ന അവസ്ഥകളുണ്ട്. But what is wrong? എന്താണ് തെറ്റായി സംഭവിച്ചത്? I am wasting all my sorrows. എന്റെ സങ്കടങ്ങളെ ഞാൻ പാഴാക്കി കളയുന്നു. Don't waste your sorrows. നമ്മുടെ സങ്കടങ്ങളെ നാം പാഴാക്കി കളയരുത്. Hallelujah. Don't worry about the circumstances that you are going through. നാം കടന്നു പോകുന്ന ചുറ്റുപാടുകളെ കുറിച്ച് നാം ദുഃഖിക്കരുത്.
the chains that you are bound with by, നമ്മളെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലകളുടെ മുമ്പിൽ നാം പതറിപ്പോകരുത്. the illness that you have in your life may be a chain that you're going through. നിങ്ങളുടെ രോഗം എന്ന് പറയുന്നത് നിങ്ങളെ ബാധിച്ചിരിക്കുന്ന, നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന ഒരു ചെയിൻ ആയിരിക്കാം. For some people it could be your financial hardship. സാമ്പത്തികമായ പ്രതിസന്ധി ആയിരിക്കാം. ചിലരെ സംബന്ധിച്ച് ചെയിനിന്റെ അനുഭവം. You have a job loss and that could be the chain by which you are bound today. നമ്മുടെ ജോലി നഷ്ടപ്പെട്ടതായ ഒരു സാഹചര്യം വന്നാൽ അത് നമുക്ക് ചിലപ്പോൾ ചങ്ങലയുടെ അനുഭവം നൽകിയെന്ന് A വന്നേക്കാം. family conflict could be a chain for you. കുടുംബജീവിതത്തിലെ പ്രതിസന്ധികൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ ചങ്ങലയുടെ അനുഭവങ്ങൾ കൊണ്ടുവന്നേക്കാം. The loneliness that you are experiencing could be a chain for you. നിങ്ങൾ അനുഭവിക്കുന്ന ഏകാന്തത നിങ്ങൾക്ക് ചിലപ്പോൾ ചങ്ങലയുടെ അനുഭവം കൊണ്ടുവന്നേക്കാം. And the chain is distorting our purpose. ആ ചങ്ങലകൾ ഒരിക്കലും നമ്മുടെ ഉദ്ദേശത്തെ തടയുന്നതായി മാറരുത്. Do not allow our purpose to be distorted. നമ്മളുടെ ലക്ഷ്യങ്ങളെ തടയുന്ന നിലയിൽ ഒരിക്കലും നാം ഇതിനെയൊന്നും അനുവദിക്കരുത്. ഹല്ലേലൂയ. I don't know how many of you have this experience of looking through a fun house mirror. നിങ്ങൾ എത്ര പേർക്ക് ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഫൺ ഹൗസ് മിററിലേക്ക് നോക്കുന്ന അനുഭവം. It's also called a carnival mirror. അല്ലെങ്കിൽ ഇതിനെ മറ്റൊരു നിലയിൽ കാർണിവൽ മിറർ എന്നും പറയാൻ കഴിയും. You know, carnival mirrors, fun house mirrors are something that is called a distorted mirror. You know, ആകൃതി ഷേപ്പ് വ്യത്യാസമുള്ള. നാം കാർണിവൽ മിറർ എന്ന് പറയുന്നത് നമ്മളുടെ ശരിയായ രൂപം കാണിക്കുന്നതല്ല അങ്ങനെയുള്ള കണ്ണാടികൾ. So those mirrors have irregular surface. അതിന്റെ പ്രതലം എന്ന് പറയുന്നതിനെ ഇറഗുലർ ആയിട്ട് ഷേപ്പ് ഇല്ലാത്ത നിലയിലാണ്. They create a comical or altered reflection. അത് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ അതിന്റെ നമ്മളെ ശരിയായ ചിത്രം കാണിക്കുന്ന അല്ലെങ്കിൽ ശരിയായ ഛായ കാണിക്കുന്ന നിലയിലല്ല. The shape of our face will look very, very differently in those mirrors. നാം ആ കണ്ണാടിയിലേക്ക് നോക്കിയാൽ നമ്മുടെ മുഖം വളരെ വളരെ വികൃതമായ മറ്റൊരു അവസ്ഥയിലായിരിക്കും കാണുന്നത്. The people will appear stretched in the mirror. ആ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ മുഖം വലിച്ചു നീട്ടിയ അവസ്ഥയിൽ കണ്ടുവന്നു വന്നേക്കാം. Yes, that is right. Unusually shaped in that mirror. ആ അസാധാരണമായ നിലയിലാണ് ഈ കണ്ണാടി നമ്മളെ പ്രതിഫലിപ്പിക്കുന്നത്. So these are popular mirrors put in carnival places, fair grounds where fair is going on. കാർണിവൽ ഫെയർ മറ്റും നടക്കുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള കണ്ണാടികൾ വെച്ചിട്ടുള്ളതായ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. But the problem is not with you, right? പ്രശ്നം നമ്മളിലല്ല, നമുക്കറിയാം. The problem is with the mirror. കണ്ണാടിക്കാണ് പ്രശ്നം. And looking through that mirror you get so disturbed. നമ്മൾ ആ കണ്ണാടിയിലേക്ക് നോക്കിയാൽ നമ്മൾ ആകെപ്പാടെ നമുക്കൊരു ബുദ്ധിമുട്ടാവും. Is this how I look? ഇതുപോലെയാണോ ഞാൻ ഇരിക്കുന്നത് നാം ചിന്തിക്കും. Otherwise I am supposed to be handsome, right? നാം വളരെ സുന്ദരനാണ്, സുന്ദരിയാണ് എന്നാണ് നമ്മുടെ ചിന്ത. But when I look through that mirror, എന്നാൽ ഈ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ it's all unusual shape. ആ അസാധാരണമായ നിലയിലാണ് ഈ കണ്ണാടി പ്രതിഫലിപ്പിക്കുന്നത്. So we get so disturbed, right? അത് നമുക്ക് വലിയ വലിയ പ്രയാസം പ്രതിസന്ധി ഉണ്ടാക്കും. If any one of us is like that, ആരെങ്കിലും അങ്ങനെയാണെങ്കിൽ it's not your problem. അത് നിങ്ങളുടെ പ്രശ്നമല്ല. It's the problem of the mirror. ആ കണ്ണാടിയുടെ പ്രശ്നമാണ് തിരിച്ചറിയുക. It is because of the lens through which you are looking at it. നാം നോക്കുന്ന കണ്ണാടിയുടെ കുഴപ്പമാണ് പ്രധാനമായും നമുക്ക് അവിടെ കാണേണ്ടത്. ഹല്ലേലൂയ. What can you do in that? അവിടെ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? Allow God to straighten up your view. നമ്മളുടെ കാഴ്ചപ്പാട് നേരെയാക്കുക എന്നുള്ളതാണ് ഒന്നാമത് നടക്കേണ്ടത്. Don't listen to all these distorted reflections. നമ്മളെ അസഹ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ ശല്യപ്പെടുത്തുന്ന ആവക ചിന്താഗതികളിലേക്കോ കാഴ്ചപ്പാടുകളിലേക്കോ പോകാതിരിക്കുക. Distorted reflections of the opinion of the people. നമ്മളെ ആളുകൾ നമ്മളോട് പറയുന്ന അവരുടെ അഭിപ്രായങ്ങൾ എന്നൊക്കെ പറയുന്നത് പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടും പ്രതിസന്ധിയും ഉണ്ടാക്കുന്നതായിരിക്കും. Saying to you that you amount to nothing. നമ്മളെ കൊണ്ട് ഒന്നും കൊള്ളില്ല എന്നുള്ള നിലയിലായിരിക്കും. You are already at this age. What can you do now? നിങ്ങൾക്ക് ഇത്രയും പ്രായമായി നിങ്ങളെ കൊണ്ട് ഇനി എന്തോ സാധിക്കാനാണെന്ന് ചോദിച്ചേക്കാം. Don't listen to all those. ആവക ശബ്ദങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കുക. Instead of being distorted, getting distorted by these images. ആവക ശബ്ദങ്ങൾക്കോ അല്ലെങ്കിൽ അതുപോലുള്ള കാഴ്ചപ്പാടുകൾക്കോ ചെവി കൊടുക്കാതിരിക്കുക, കാഴ്ച കൊടുക്കാതിരിക്കുക. I would like to say, നമുക്ക് പറയാൻ ഇഷ്ടപ്പെടേണ്ടത് surrender your circumstances. നമ്മളുടെ ചുറ്റുപാടുകളെ സറണ്ടർ ചെയ്ത് കൊടുക്കുക, കീഴ്പ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്.
Surrender your circumstances in the hands of the Lord. നാം കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ചുറ്റുപാടുകളെ, നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. If you really believe that you belong to the Lord, നിങ്ങൾ ശരിയായി വിശ്വസിക്കുന്നു, നിങ്ങൾ ദൈവത്തോട് ബന്ധപ്പെട്ട ആളാണ് എങ്കിൽ, instead of getting disturbed and mutilated by these unusual things that you keep hearing, അസാധാരണമായി നാം കേൾക്കുന്ന ശബ്ദങ്ങള്, കാഴ്ചകള്, അതൊക്കെ നാം ഒരു ശരിയായ ദൈവവേദലാണെങ്കിൽ നമ്മളെ ശല്യപ്പെടുത്താതിരിക്കട്ടെ. surrender these circumstances. അതെല്ലാം നാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. Surrender your prison cells in the hands of the Lord. നാം ഏത് കാരാഗ്രഹത്തിന്റെ ഏതൊരവസ്ഥയിലാണോ നാം ആയിരിക്കുന്നത്, അത് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. Surrender your chains into the hands of the Lord. നമ്മുടെ ചങ്ങലകളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. And you will see that the Lord will use it as a microphone. നിങ്ങളുടെ പ്രതിസന്ധികളെ, നിങ്ങളുടെ ചങ്ങലകളെ ഒരു മൈക്രോഫോൺ ആക്കി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ദൈവം നിങ്ങൾക്കുണ്ട്. It's no preaching place for Apostle Paul. ഇതൊരു പ്രസംഗിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമല്ല പൗലൂസിനെ He സംബന്ധിച്ചിടത്തോളം. is in the prison, he is in the jail. പൗലൂസ് ഒരു കാരാഗ്രഹത്തിലാണ്, തടവറയിലാണ്. He is bound by the chain. ആ ചങ്ങലയാൽ താൻ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. He is always guarded by soldiers. എപ്പോഴും കാവൽക്കാരുടെ നടുവിലാണ് താൻ ആയിരിക്കുന്നത്. Maybe by 2 soldiers. ചിലപ്പോൾ രണ്ട് പടയാളികളായിരിക്കാം. They take shift and rotate. അവര് ഷിഫ്റ്റ് എടുത്ത് എപ്പോഴും തന്റെ കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കണം. And the rotating palace guards, these soldiers cannot escape Paul's gospel. ഈ പറയുന്ന ഈ പൗലൂസിന്റെ സുവിശേഷത്തിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ ഈ പടയാളികൾക്ക് കഴിയുന്നില്ല. They keep hearing him talking about Jesus. കാരണം പൗലൂസ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചും സുവിശേഷവുമാണ്. അത് ഈ പടയാളികൾ കേട്ടുകൊണ്ടിരിക്കുന്നു. They keep hearing about how Jesus appeared to Apostle Paul. അവർ കേൾക്കുകയാണ്, അപ്പോസ്തലനായ പൗലൂസിന് ഈ ക്രിസ്തു ആരാണ്, എങ്ങനെയാണ് ഞാൻ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയത്. ഹല്ലേലൂയ. The Lord gave him a microphone in the prison. ഈ കാരാഗ്രഹത്തിൽ പൗലൂസിന് ഒരു മൈക്രോഫോൺ ലഭിക്കുവാണ് സംസാരിക്കുവാൻ. The prison cell became a platform for him. ഈ കാരാഗ്രഹം എന്ന് പറയുന്നത് തനിക്കൊരു പ്രഭാഷണ വേദിയായി മാറുകയാണ്. Church, let your problems become a platform. ദൈവമക്കളെ, നമ്മുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരു വേദിയാക്കി മാറ്റുവാൻ നമുക്ക് A കഴിയണം. place from where you minister to others. അത് നമുക്ക് മറ്റുള്ളവരോട് ശുശ്രൂഷിക്കുവാൻ കഴിയുന്ന ഒരു പ്രതലമാക്കി മാറ്റുവാൻ കഴിയണം. If you surrender your circumstances, നമ്മളുടെ ചുറ്റുപാടുകളെ നാം കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, knowing and believing that your life is in the hands of the Lord. എപ്പോഴും നാം തിരിച്ചറിയുക, നാം വിശ്വസിക്കുക, എന്റെ കാര്യങ്ങൾ കർത്താവിൽ ഭദ്രമായിരിക്കുന്നു എന്നുള്ളത്. Hallelujah, 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 hallelujah. How many of us want to do that this morning? ഇന്ന് പകൽക്കാലം എത്ര പേർ അത് ആഗ്രഹിക്കുന്നു? I want to surrender my circumstances to the Lord. എന്റെ ചുറ്റുപാടുകളെ എന്റെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I cannot maneuver it. I cannot manipulate them. എനിക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല. I am surrendering my circumstances to the Lord. എന്റെ ചുറ്റുപാടുകളെ ഞാൻ കർത്താവിന്റെ കരങ്ങളിൽ വിട്ടുകൊടുക്കുകയാണ്. Lord, use it as a platform. ദൈവമേ, അങ്ങ് ഒരു പ്ലാറ്റ്ഫോം ആക്കി അതിനെ ഉപയോഗിക്കണമേ. Lord, use it as a means to bless others. മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ കഴിയുന്ന നിലയിൽ ആ സാഹചര്യത്തെ മാറ്റണമേ കർത്താവേ. Let there be a change in my perspective. എന്റെ ഈ ചങ്ങലയെ കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാടുകൾക്ക് ഒരു മാറ്റം വരണമേ. Hallelujah. How many of us really want to surrender this morning? പകൽക്കാലം ആ നിലയിൽ ആഗ്രഹിക്കുന്ന, ആ നിലയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്ന എത്ര പേരുണ്ട്? Surrendering our circumstances to the Lord. നമ്മളുടെ ചുറ്റുപാടുകളെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. How many of us would do that? എത്ര പേർ അത് ചെയ്യുവാൻ ഇന്ന് പകൽക്കാലം തയ്യാറാകും? If you would stand in the presence of God, all those who want to do that, അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ താല്പര്യപ്പെടുന്നവർ ദൈവസന്നിധിയിൽ ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുക. asking the Lord to intervene in your life. നിങ്ങൾ കർത്താവിനോട് ചോദിക്കുക, എന്റെ ജീവിതത്തിൽ കർത്താവേ അവിടുന്ന് ഇടപെടുമാറാകണമേ. Lord, here I am. കർത്താവേ, ഇതാ ഞാൻ നിൽക്കുന്നു. I am going through several circumstances that I cannot handle. എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലാണ് ഞാൻ But ആയിരിക്കുന്നത്. Lord, I understand that you have a purpose in the midst of my problems. എന്നാൽ എന്റെ ദൈവമേ, ഞാൻ തിരിച്ചറിയുന്നു എന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ എന്റെ ദൈവത്തിന് എന്നെ കുറിച്ച് ഒരു ഉദ്ദേശമുണ്ടെന്ന് ഞാൻ So തിരിച്ചറിയുന്നു. Lord, I surrender these chains to you. എന്നാൽ എന്റെ ചങ്ങലകളെ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. I surrender my sickness to you. എന്റെ രോഗത്തെ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു. I surrender my financial struggles to you. എന്റെ സാമ്പത്തികമായ പ്രതിസന്ധി അങ്ങയുടെ സന്നിധിയിൽ ഞാൻ I താഴ്ത്തിവെക്കുന്നു. surrender my family difficulties to എന്റെ you. കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു.
ഏൽപ്പിക്കുന്നു. Minister to me, O Lord. എന്നോട് എന്നെ ശുശ്രൂഷിക്കണമേ. Shall we pray, every one of us, every one of നമ്മൾ us? എത്ര പേർക്ക് അങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിയും? എല്ലാവരും പ്രാർത്ഥിക്കുക. The team is going to help us with a song. നമുക്ക് അതിനോട് ബന്ധപ്പെട്ട ഒരു The team is going to sing a song. ഒരു പാട്ടിലേക്ക് നാം പോവുകയാണ്. And this morning, whoever wants a prayer, ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പ്രാർത്ഥനയുണ്ട്? if you want to come forward, ആ നിലയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നവർ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ മുമ്പോട്ട് വരിക. use this opportunity. ഹല്ലേലൂയ. ഈ അവസരത്തെ ഉപയോഗിക്കുക. I believe the presence of the Lord is here in a very special way. ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ ഒരു പ്രത്യേക